പി.സി. ജോർജ് കോരുത്തോട് പഞ്ചായത്തിലൂടെ തന്റെ പര്യടനം തുടരുകയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇത്തവണ? കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കുറെ ആൾക്കൂട്ടമൊക്കെ കാണുന്നുണ്ടല്ലോ. ജയം 100%. എന്താണ് ഈ ഒരു ബി.ജെ.പിക്ക് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ആളുകളുണ്ട്, അത് മാത്രം കൊണ്ട് ആണോ? അല്ല, കഴിഞ്ഞ 5 വർഷം ഈ നാട്ടിലൊന്നും നടന്നില്ല. നിലവിലിരിക്കുന്ന MLA-യുടെ വലിയ സംഭാവനയാണ് എന്റെ ജനപിന്തുണ. ഞാനിവിടെ MLA ആയിരുന്ന ആളല്ലേ. ഞാനുമായിട്ട് ഇപ്പോഴത്തെ MLA താരതമ്യപ്പെടുത്തി. അപ്പൊ താരതമ്യപ്പെടുത്തിയപ്പോ സ്വാഭാവികമായി എനിക്ക് പ്ലസായി. അതാണ് സത്യം. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽക്ക് താങ്കൾക്ക് 2ാം സ്ഥാനം തരുന്നുണ്ട്. നന്ദി. അങ്ങനെ ഒത്തിരി മണ്ടത്തരം പറയുന്നു. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് താങ്കൾ 3ാമതോ 4ാമതോ എത്തുമെന്നാണ്. ആട്ടെ, അങ്ങനെ 1ാമത് എത്താൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈയനെ മഠയന്മാരൊക്കെ എന്നാ ചെയ്യാൻ? അയാള് സ്ഥാനാർത്ഥിയാന്ന് പറയാൻ പോലെ നാണമാണ്. സഹകരണ ബാങ്കിന് കാശ് മോട്ടിച്ചതിന് അയാൾ പ്രതിയായിട്ട് കേസെടുത്തു. അറിഞ്ഞു? കോടതി വിധിയാ ഇന്ന്. കോടതി അയാളുടെ വരെ കേസെടുക്കാൻ വേണ്ടി FIR ഇട്ടു. പിന്നെ ആരുടെ വർത്തമാനം പറയുന്നവൻ 3 4 പറയുന്നു. അയാള് ബാങ്കിൽ നിന്ന് പ്രസിഡന്റായിരുന്നു, കാശ് കട്ടെന്നും പറഞ്ഞ് കേസെടുത്തിരിക്കുകയാണ്. ഇന്ന് FIR എടുത്തു. പിന്നെ അവ സ്ഥാനാർത്ഥിയായിട്ട് കാര്യമുണ്ടാവും. വർത്തമാനം പറയുന്നു. ഇവിടെ ആരുമായിട്ടാ ശരിക്കും മത്സരം? അപ്പോ ഇവിടെ മത്സരം, എനിക്കൊരു മത്സരവും ഇല്ല. ഒരു 20,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും. മത്സരമൊന്നുമില്ല. സുഖം. പാല എന്താ സംഭവിക്കുക? പാല അത് നല്ല മത്സരമാണ്. പക്ഷേ ഷോൺ ജയിക്കും. ഈ പഴയ ആളുകളെയൊക്കെ വീണ്ടും കാണുകയാണല്ലേ? വീണ്ടും ഇത് ഞാനിപ്പോ കോരുത്തോട് പഞ്ചായത്തിലാണ്. ഇവിടെ SC ST വിഭാഗങ്ങളും പിന്നോക്കക്കാരും 90%, 95% ഈ SC ST പിന്നോക്ക വിഭാഗങ്ങളുള്ള പഞ്ചായത്തുകൾ. ഇവിടെ ആയിരിക്കും വലിയ ഭൂരിപക്ഷമായിരിക്കും. ഈ ബി.ജെ.പിയുടെ പിന്തുണയിലേ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വർക്കിന് ഇറങ്ങുന്നത് ആദ്യമാണ്. എന്താ അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അത് അവർ 100% ആത്മാർത്ഥത. ഇത്രയും ആത്മാർത്ഥതയുള്ള RSSന്റെയും BMSന്റെയും BJPയുടെയും പ്രവർത്തകർ ഉറക്കം പോലും ഇല്ല. എന്നെ എടുത്തോണ്ട് കിടക്കുന്ന പാവങ്ങൾ. എനിക്ക് സങ്കടം തോന്നുന്നു അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ. ഇത്രയും ആത്മാർത്ഥത. എന്തുകൊണ്ടൊരു 10 കൊല്ലം മുമ്പ് BJP ചേർന്നില്ല എന്നതാണ് എന്റെ ദുഃഖം. സത്യം. ഈരാറ്റുപേട്ടയിലെ വോട്ടുകളെ അത് എങ്ങോട്ടായിരിക്കും? ഇപ്പം രണ്ടുപേരും അവകാശവാദം പറയുന്നു, UDFും LDFും അത് തങ്ങൾക്ക് കിട്ടുമെന്ന്. എന്താണ് താങ്കളുടെ അക്കാര്യത്തിലൊരു വിലയിരുത്തൽ? ഒരു വിലയിരുത്തലും ഇല്ല. ഇത്തവണ ഈരാറ്റുപേട്ട പഞ്ചായത്തിലെ 50% വോട്ട് എനിക്കായിരിക്കും. 50% വോട്ട് നമുക്കാവും. അതായത് അതാണ് ഈ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകാം എന്നുള്ള ഒരു കോൺഫിഡൻസിന് ഒരു കാരണം. അതെ, യാതൊരു സംശയമുണ്ട്. നിങ്ങൾ രഹസ്യമായിട്ട് ഒന്ന് കച്ചവടക്കാരെ സംസാരിക്കുക. അപ്പോൾ അവർ പറയും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും. അവർ മനസ്സിലായില്ലേ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ആത്മവിശ്വാസം. BJP താമരയിൽ വോട്ട് തേടിക്കൊണ്ട് പി.സി. ജോർജ് തന്റെ പര്യടനം തുടരുകയാണ്. ഈ പലയിടത്തും ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ വലിയ ജനപിന്തുണ തനിക്ക് ഉണ്ടാകുമെന്ന് പി.സി. ജോർജ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.